ഹായ് ഗുഡ് മോർണിംഗ് ടു ആൾ. സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 16-ാം തീയതി തിങ്കളാഴ്ച ദിവസം. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ലൈസൻസ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അലക്ഷ്യ ഡ്രൈവിംഗ് മൂലം റോഡ് അപകടങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ലൈസൻസുകൾ തിരികെ നൽകുന്നതിനുള്ള മാനദണ്ഡം കടുപ്പിക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. നിലവിൽ സസ്പെൻഷൻ കാലാവധി തികച്ചാൽ ലൈസൻസ് തിരികെ കിട്ടുമായിരുന്നു. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ എടപ്പാളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ 5 ദിവസത്തെ പരിശീലനത്തിന് ഹാജരാകണം. ഇതിന് 5000 രൂപയാണ് പരിശീലന ഫീസായി നൽകേണ്ടി വരുന്നത്. സമയപരിധി തികച്ചാലും IDTRൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലേ ഇനി RTO അതല്ലെങ്കിൽ ജോയിന്റ് RTO ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ. നിരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയതും പാലക്കാട് ദുരന്തമൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അപകടങ്ങളായി മാറിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് നടപടി ശക്തമാക്കുന്നത്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സൗജന്യമായി ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി പുതുക്കാനുള്ള സമയപരിധി നീട്ടി. ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ ഫീസില്ലാതെ 2025 ജൂൺ മാസം 14 വരെ അപ്ഡേറ്റ് ചെയ്യാം. ഡിസംബർ 14 അവസാനിക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. നിരവധി തവണ സൗജന്യമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയിരുന്നു. ലക്ഷക്കണക്കിന് ആധാർ ഉടമകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സമയപരിധി നീട്ടിയത് എന്ന് UIDAI അറിയിച്ചു. സൗജന്യ സേവനം ലഭിക്കുക മൈ ആധാർ എന്ന പോർട്ടലിലൂടെ മാത്രമാണ്. പേര്, വിലാസം, ജനനതീയതി, മറ്റു വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി UIDAI വെബ്സൈറ്റിന്റെ പോർട്ടലിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. അതേസമയം ഫോട്ടോ, ബയോമെട്രിക്, ഐറിഷ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത ആധാർ കേന്ദ്രത്തിന്റെ സഹായം തേടേണ്ടി വരും. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അനർഹമായി നിങ്ങൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ തന്നെ ഉടൻ ഇക്കാര്യം ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിൽ അറിയിച്ച് പെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ അനർഹമായി റേഷൻ കാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചതുപോലെ തന്നെ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് പിടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേക സ്ക്വാഡ് തയ്യാറാക്കിക്കൊണ്ട് തന്നെ പരിശോധന ആരംഭിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടെത്തിയാൽ 18% പലിശയും മറ്റു ഫൈനടക്കമുള്ള ഭീമമായ സംഖ്യയായിരിക്കും നിങ്ങൾ തിരിച്ചു നൽകേണ്ടി വരുന്നത്. നിങ്ങളുടെ വാർഷിക വരുമാനം, വീടിന്റെ സാഹചര്യം, AC അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ, 4 ചക്ര വാഹനം, ടാക്സി ആവശ്യത്തിനല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. അനർഹമായിട്ടാണ് പെൻഷൻ വാങ്ങുന്നത് എങ്കിൽ ഇക്കാര്യം ശ്രദ്ധിക്കുക. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ബില്ല് പാർലമെന്റിന്റെ ശീതകാല സെഷൻ അവതരിപ്പിച്ചേക്കും. അതേസമയം ബില്ല് കൂടുതൽ പരിശോധനയ്ക്കായി ജോയിന്റ് പാർലമെന്റ് സമിതിക്ക് കൈമാറുമെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നവംബർ 25 തുടങ്ങിയ പാർലമെന്റ് ശീതകാല സമ്മേളനം ഡിസംബർ 20 അവസാനിക്കും. ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നിയമങ്ങളെയെല്ലാം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയ നിയമമാണ് ഭേദഗതി ബില്ലിലൂടെ ശുപാർശ ചെയ്യുന്നത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുണ്ടെങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുള്ളതിനാൽ ബില്ല് പാസാക്കാൻ കേന്ദ്രത്തിന് തടസ്സമുണ്ടാകില്ല. ബില്ല് നിയമമാകുന്നതിന് 6 ഭരണഘടന ഭേദഗതികൾ ആവശ്യമായി വരും. അതിന് പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. എന്നാൽ മോദി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തത് ചെറിയ തടസ്സം സൃഷ്ടിച്ചേക്കാം. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. സമകാലികം ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ വീണ്ടും കാണാം.